ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഷിഫ്ലി പാറ്റേണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് വരുന്നത്. ഷിഫ്ലി ജോർജറ്റിൽ യോക്കിൽ ഇതുപോലെ ഫുൾ ഹെവി ആയിട്ട് സ്റ്റോൺസും കൊണ്ട് ക്രിസ്റ്റൽ സ്റ്റോൺസും കൊണ്ട് സ്റ്റിക്ക് ചെയ്തേക്കുവാണ്. ഫുൾ ക്രിസ്റ്റൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 4 കളർ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ല കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. കുറച്ച് റെയർ ആയിട്ട് നിൽക്കുന്നത് ഒരു ബ്ലൂവിഷ് ഗ്രീൻ ടോൺ വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക, ഒരു ലൈറ്റ് പീസ്റ്റൽ ചോക്ലേറ്റ് പോലത്തെ ഒരു ഷെയ്ഡ്, ഗ്രീനിന്റെ ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് ഒരു പീച്ച് റെഡിന്റെ ഷെയ്ഡ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന കളർ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. എല്ലാം നല്ല കളർ ഷെയ്ഡാണ്. 4 ഷെയ്ഡ്സും വന്നിരിക്കുന്നത്. ഇതുണ്ടോ, വൈഡായിട്ട് നിൽക്കുന്ന നല്ല റൗണ്ട് നെക്ക്, അതിൽ ഫുള്ളും ഹെവി ആയിട്ട് ക്രിസ്റ്റൽ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ റൗണ്ട് ആയിട്ട് നിൽക്കുന്ന നല്ല ഹെവി നെക്കിൽ ഈ ഒരു പോർഷൻ വരെയും ആ ഒരു ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ് ഇതിന്റെ ഡിസൈൻ. ഷിഫ്ലിയുടെ എംബ്രോയിഡറി ഇതുപോലെ വരും. 2 സൈഡ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഓൾ ഓവർ ഈ ഒരു എംബ്രോയിഡറി. ദാമനിൽ ഇതുപോലെ വരും. ദുപ്പട്ടയാണെങ്കിൽ ഫുൾ ഷിഫ്ലി എംബ്രോയിഡറി തന്നെയാണ്. ഷിഫ്ലിയിൽ പിന്നെ ആ എംബ്രോയിഡറിക്ക് മേലെ ഫുൾ വാട്ടർ സീക്വൻസ്, നിങ്ങൾക്കറിയാലോ ഷിഫ്ലി എന്ന് പറയുമ്പോൾ ആ ഒരു എംബ്രോയിഡറിയും അതിന് മേലെ സെയിം വാട്ടർ സീക്വൻസും കൊടുത്തായിരിക്കും ഹൈലൈറ്റ് ചെയ്തേക്കുക. ഇങ്ങനെ വരും ഇതിന്റെ ഓവറോൾ ലുക്ക്. ദുപ്പട്ടയാണെങ്കിലും 2 ബോർഡറും സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ബോർഡർ സെപ്പറേഷൻ പോലെ ഒരു എംബ്രോയിഡറി പാറ്റേൺ വിത്ത് സീക്വൻസ് ഉണ്ട്. പിന്നെ ഫുള്ളി എംബ്രോയിഡറി വിത്ത് വാട്ടർ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് റെഗുലർ വെയർ കൈൻഡിലൊക്കെ യൂസ് ചെയ്യാനും കംഫർട്ടബിൾ തന്നെയാണ്, യൂസ് ചെയ്യാൻ പറ്റും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ദുപ്പട്ട ഫുൾ എംബ്രോയിഡറി ആണെങ്കിലും ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. അടുത്ത ഷെയ്ഡ് ഡാർക്ക് പീച്ച് ഷെയ്ഡ് എന്ന് പറയും. പീച്ച് റെഡ് അല്ല, ഡാർക്ക് പീച്ചിന്റെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ സെയിം ക്രിസ്റ്റൽ സ്റ്റോൺസ് യൂസ് ചെയ്തേക്കുന്നു. അവിടെ വരെ ക്രിസ്റ്റൽ സ്റ്റോൺസ് കൊടുത്തേക്കുന്നു. ഫുൾ ഷിഫ്ലി എംബ്രോയിഡറി, ഇതേപോലത്തെ എംബ്രോയിഡറി വർക്കാണ് വിത്ത് വാട്ടർ സീക്വൻസ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല കളർ ഷെയ്ഡാണ്. 4 കളർ ഷെയ്ഡ്സ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. ബോട്ടോം ലൈനിങ്ങും ഇതിൽ ക്രേപ്പ് ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഒരു റെഗുലർ വിയർ സ്റ്റൈലിലോ ഒരു ലൈറ്റ് സെമി പാർട്ടി വിയർ സ്റ്റൈലൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫുള്ളി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ വാട്ടർ സീക്വൻസ് കൊടുത്തേക്കുന്നത് തന്നെ ഫുൾ തിളക്കമാണ്. പിന്നെ അഡീഷണലി യോക്കിൽ ഹെവി ആയിട്ട് ക്രിസ്റ്റൽസും വരുന്നുണ്ട്. ഇതൊക്കെ റെയർ ആയിട്ട് കാണുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡൊക്കെ കാണാനായിട്ട്. വർക്ക് സെയിം തന്നെ, ഹെവി ക്രിസ്റ്റൽ സ്റ്റോൺസ്. ഇതാണ് എൻ്റെ ഷിഫ്ലി എംബ്രോയിഡറി വിത്ത് വാട്ടർ സീക്വൻസ് വന്നേക്കുന്നു. ആൻഡ് ലോവറിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ പോലെയുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ലോഗോ പാർട്ടിൽ കൊടുത്തേക്കുന്നത്. പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലും ഫുൾ എന്നിട്ട് വാട്ടർ സീക്വൻസ്, അതായത് വാട്ടർ സീക്വൻസിന്റെ കളറും ടോപ്പിന്റെ ബേസ് കളറിനോടുള്ള കളർ ഷെയ്ഡാണ് വാട്ടർ സീക്വൻസിൽ കൊടുത്തേക്കുന്നത്. ക്രേപ്പ് ആണ് അതിന്റെ ബോട്ടോ ലൈനിങ്ങും. റേറ്റ് 1140 ആണ്. ഇതാണ് ടോപ്പ്. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇത് ലാസ്റ്റ് കളർ, വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ടായിരിക്കും വരിക. ഇതൊരു ബ്ലൂവിഷ് ഗ്രീൻ ആണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. കുറച്ചൊരു ഗ്രീൻ ആണ് ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. വീഡിയോയിൽ ബ്ലൂ ആയിട്ടുമാണ് വരുന്നത്. വർക്ക് സെയിം തന്നെ. ഹെവി ഷിഫ്ലി എംബ്രോയിഡറി വിത്ത് ക്രിസ്റ്റൽ സ്റ്റോൺസ് യോക്കിൽ ഹെവി ആയിട്ട് കൊടുത്തേക്കുന്നു. വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. സെയിം കളർ ദുപ്പട്ട. അപ്പോൾ ഇത്രയും 4 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് അടുത്തൊരു ഗ്രീനും ബ്ലൂവും ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. എന്നാൽ അതിൽ ഗ്രീൻ ആണ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡുള്ളൂ. റേറ്റ് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.